Join the legacy of excellence at Little Flower Engineering Institute, Kalamassery. എലത്തൂരിൻ്റെ നിയുക്ത MLA വിദ്യാ ബാലകൃഷ്ണനാണ് എനിക്കൊപ്പം ഉള്ളത്. എന്താണ് ഈ എലത്തൂരിലെ ഒരു വിജയം, ഒരു കോട്ട പൊളിച്ചുള്ള വിജയമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്? ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും പാർട്ടി പ്രവർത്തകരുടെ UDFൻ്റെ ലീഡേഴ്സിൻ്റെയൊക്കെ ശക്തമായിട്ടുള്ള പിന്തുണയുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ് എന്ന് മാധ്യമങ്ങളെല്ലാം വിധി എഴുതിയിട്ടുള്ള മണ്ണ്. ലോക്കൽ ബോഡി ഇലക്ഷനിലടക്കം 11,000-ഓളം വോട്ട് ഇടതുപക്ഷത്തിന് ലീഡുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു വിധിയെഴുത്ത് എലത്തൂർ നിയോജകമണ്ഡലത്തിൽ നടന്നു. ഓരോ സ്വീകരണ പരിപാടികളും കഴിയുന്നതിനനുസരിച്ച് സ്ഥാനാർത്ഥിയുടെയും UDFൻ്റെയും ഒക്കെ ആത്മവിശ്വാസം കൂട്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് എലത്തൂരിൻ്റെ മണ്ണിൽ. CPM വോട്ടും കുറഞ്ഞു, അവിടെ BJP വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടികളിൽ നിന്നും വോട്ട് കിട്ടിയെന്നുള്ളതാണ്. CPMകാർക്കും BJPക്കാർക്കും ഇത്തവണ സ്നേഹം UDFിനും ആണ് എന്നാണ് അവിടെ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ വനിതാ MLAമാർ ധാരാളമുണ്ട്. അപ്പോൾ വനിതാ പ്രാതിനിധ്യം കൂടുതൽ UDFിലാണ്. മന്ത്രിസഭയിലും അത്തരം പ്രാതിനിധ്യമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ വനിതകൾക്ക്? സ്വാഭാവികമായിട്ടും വനിതകളുടെ പ്രാതിനിധ്യം ഇനിയും കൂടേണ്ടതായിട്ടുണ്ട് സഭയിൽ. അതിനനുസരിച്ച് എല്ലാ മേഖലയിലും അക്കോമഡേഷൻ എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ചെയ്യുക ഒരു വനിതാ മന്ത്രി, അതൊരു പേരിന് ഏതെങ്കിലും ഒരു വനിതാ മന്ത്രി എന്നുള്ളതാണ്. അത് പോരാന്നൊരു അഭിപ്രായം പല കോണിൽ നിന്ന് ഇപ്പം ഷാനിമോൾ ഉസ്മാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ശരി, ഈക്വൽ എന്നില്ലെങ്കിലും അർഹമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വനിതാ മന്ത്രി എന്നല്ല, മന്ത്രിമാരിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരുടെ പേര് ഉയർന്നു കേൾക്കുന്നു. 4 പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുന്നു. കേന്ദ്ര നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം എന്താണ്? അതിൽ ഒരു പരസ്യമായ അഭിപ്രായം ആരും പറയാറില്ല. എങ്കിൽ കൂടി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ഒരു കാഴ്ച? അതൊക്കെ പാർലമെൻ്ററി പാർട്ടി കൂടുന്ന സമയത്ത് അവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ഈ തെരഞ്ഞെടുപ്പ് നയിച്ച ആൾ നായകനാവട്ടെ എന്ന രീതിയിൽ ഫ്ലക്സ് ബോർഡുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ആർക്കാണ് ക്വാളിഫിക്കേഷൻ? പാർട്ടി തീരുമാനമാണ്. അത് ഐക്യകണ്ഠേനമായിട്ട് UDFും കേരളത്തിലെ കോൺഗ്രസും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. കേരളത്തിൽ UDF മന്ത്രിസഭ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്നത് അത് ഹൈക്കമാൻഡാണ്. അതിൽ AICC കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാവരുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് അതെടുക്കുക. അപ്പം എന്ത് തന്നെയാണെങ്കിലും അതിൽ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. MLAമാരുടെ ഭൂരിപക്ഷം അഭിപ്രായം നോക്കിയായിരിക്കും തീരുമാനിക്കുക. MLAമാരുടെ അഭിപ്രായം വളരെ സ്വാഭാവികമായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. AICC ആണ് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും എലത്തൂരിന് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ കാത്തുവെച്ചിട്ടുണ്ടാകും. കാരണം വളരെ കാലത്തിന് ശേഷം കോഴിക്കോട്ട് നിന്ന് ഒരു MLA ഒന്നിലധികം MLAമാരുണ്ടാവുകയാണ്. എലത്തൂർ തന്നെ ഒരു സർപ്രൈസാണ് UDFന് നൽകിയിട്ടുള്ളത്, കേരളത്തിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എലത്തൂരിനൊപ്പം ഉണ്ടാവും. ഈ കോഴിക്കോട് ഇപ്പോൾ വളരെ കാലത്തിന് ശേഷം, എനിക്ക് 10-20 വർഷത്തിന് ശേഷമാണ് MLAമാരുണ്ടാവുന്നത്. അപ്പോൾ ഒരു മന്ത്രി പ്രാതിനിധ്യം കൂടി കോഴിക്കോടിന് കൊടുക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും കൊടുക്കണം. കോഴിക്കോട് എന്ന് പറയുന്നത് മലബാറിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോടിനെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ആരും മുന്നോട്ട് പോകില്ല. തീർച്ചയായിട്ടും കോഴിക്കോട് നിന്ന് ആരെങ്കിലും മിനിസ്റ്റർഷിപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസ. താങ്ക് യു.